കുരവയുമായി കേരള സർക്കാർ ആരംഭിച്ച നവകേരള യാത്ര എന്ത് നേടും? കേരളത്തെ എവിടെ എത്തിക്കും? യാത്രയ്ക്ക് നേരെ പഴവങ്ങാടിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചതും പ്രതിഷേധത്തിന് മുതിർന്നവരെ സഖാക്കൾ ഇടിച്ച് പഞ്ഞിയാക്കിയതും ഈ യാത്ര കൈവരിക്കാവുന്ന രൂപമാറ്റത്തെക്കുറിച്ച് സാധാരണക്കാരിൽ ഭയം ഉളവാക്കിയിട്ടുണ്ട്. പോലീസിന് പകരം പ്രതിഷേധക്കാരെ നേരിടാൻ ഡിവൈഎഫ്ഐക്കാർ ഇറങ്ങിയാൽ, നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടായാൽ സ്ഥിതി വല്ലാതെ മോശമാകാൻ സാധ്യതയുണ്ട്. പഴവങ്ങാടി പോലീസ് വധശ്രമത്തിന് കേസെടുത്ത പ്രതികളെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിക്കാതിരുന്നപ്പോഴും ഡിവൈഎഫ്ഐക്കാർ ചെയ്തത് മാതൃകാപരമായ പ്രവൃത്തി എന്ന് പ്രശംസിക്കുകയും ഇത്തരം പ്രവൃത്തി ഇനിയും തുടരണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് എന്തെന്നാണ് എന്ന് സാധാരണക്കാർക്ക് ഭയമുണ്ട്. ഡിവൈഎഫ്ഐ സമാന്തര പോലീസോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഏതായാലും ഒരു കാര്യം സത്യമാണ്. ഒരു ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് തന്നെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച പാർട്ടി സഖാവിനോട് ക്ഷമിച്ച് അതിന്റെ പേരിൽ സംസ്ഥാനത്ത് ഒരു ഹർത്താൽ പാടില്ലെന്ന് വിലക്കിയ ഒരു മുഖ്യമന്ത്രിയെ ജനം ഓർത്തു. അധികാരം പിടിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഹീനമായി സ്വഭാവഹത്യ നടത്തിയ പ്രതിപക്ഷത്തിന്റെ കെണിയിൽ വീണുപോയല്ലോ എന്നും പലരും ഓർത്തു. ആഡംബര വാഹനത്തിൽ പിണറായിയും സംഘവും നടത്തുന്ന യാത്രയെ പഴയ ജനസമ്പർക്ക പരിപാടിയുമായി തുലനം ചെയ്ത് സോഷ്യൽ മീഡിയയിലാകെ ആഘോഷമാണ്. നവകേരള യാത്ര പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന വലിയ നേട്ടമാണത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ആഡംബര വാഹനത്തിൽ നടത്തുന്ന ഈ യാത്രയും സദസ്സുകളും ഒരു പാർട്ടി പരിപാടിയല്ല, സർക്കാർ പരിപാടിയാണ്. സർക്കാർ ചിലവിൽ നടത്തുന്ന പരിപാടി. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് പ്രതിഷേധമുള്ളവർക്ക് അത് പ്രകടിപ്പിക്കുന്നതിനും അവകാശം ഉണ്ടാകണം. എന്നാൽ പ്രതിഷേധക്കാർ പണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതുപോലെ ഹീനമായ മാർഗങ്ങൾ സ്വീകരിച്ചാൽ പോലീസാണ് കുറ്റവാളികൾക്കെതിരെ നടപടി എടുക്കേണ്ടത്. അതാണ് നിയമവാഴ്ച. എന്നാൽ സംരക്ഷണ ചുമതല ഡിവൈഎഫ്ഐക്കാരെ ഏൽപ്പിച്ചാൽ സ്ഥിതിഗതികൾ കൈവിട്ട് പോയിക്കൂടുന്നില്ല. ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നില്ലെന്നും യാത്രയോട് അനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെച്ചതിലുള്ള പ്രതിഷേധമാണ് അവിടെ 5 യൂത്ത് കോൺഗ്രസുകാർ പ്രകടിപ്പിച്ചത് എന്നുമാണ് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത്. ഇങ്ങനെ പോയാൽ യാത്ര തിരുവനന്തപുരത്ത് വരെ എത്തുമോ എന്ന് KPCC അധ്യക്ഷന്റെ സംശയം മറുവാക്ക് എന്നതിനപ്പുറം ആരും ഗൗരവമായി എടുക്കുന്നില്ലെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് ഇതുപോലെ പ്രതികരിച്ചാൽ നിയമം കയ്യിലെടുക്കും എന്ന മുൻ KPCC അധ്യക്ഷൻ K മുരളീധരന്റെ വാക്കുകൾ ഭയപ്പെടേണ്ടതാണ്. നവകേരള യാത്രയുടെ ശൈലിയെക്കുറിച്ച് ശരിക്കും ആശങ്ക ഉളവാക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസുകാരുടെ തലയടിച്ചു പൊളിക്കുന്നതാണോ ഡിവൈഎഫ്ഐക്കാരുടെ രക്ഷാദൗത്യം എന്ന് ചോദിച്ച യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഗോപാൽ സേനയെ പോലെ വിജയൻ സേനയുമായി തെരുവിലിറങ്ങിയാൽ നേരിടുമെന്ന് തിരിച്ചടിക്കുകയും പിണറായി വിജയൻ പ്രതിയായ കേരള ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലെ ഇര വാടിക്കൽ രാമകൃഷ്ണനെ അനുസ്മരിച്ചതും യൂത്ത് കോൺഗ്രസിനും അപകടം മനസ്സിലായിട്ടുണ്ട് എന്നതിന്റെ കൂടി അടയാളമാണ്. 1969 ഏപ്രിൽ 28-നാണ് കണ്ണൂരിലെ RSS പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. പിണറായി വിജയൻ കോടാലി കൊണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടുന്നത് താൻ കണ്ടതാണ് എന്ന് ജനം TVയിൽ ഒരു അഭിമുഖത്തിൽ അന്ന് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതായി പറയുന്ന ഒരു ഉമേഷ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണത്തെ കരിങ്കൊടി കാണിച്ചവരെ രക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമമായി മുഖ്യമന്ത്രി ന്യായീകരിച്ചതും അത്തരം നടപടികൾ തുടരണം എന്ന് നിർദ്ദേശിച്ചതും കലാപത്തിനുള്ള ആഹ്വാനമല്ലേ എന്ന ചോദ്യം പ്രസക്തമാകുന്നുണ്ട്. മന്ത്രിമാരെ ഒപ്പമിരുത്തി നടത്തിയ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ കണ്ടതല്ലേ എന്ന ആമുഖത്തോടെ മുഖ്യമന്ത്രി നടത്തുന്ന ന്യായീകരണവും പഴവങ്ങാടിയിൽ നടന്ന കരിങ്കൊടി പ്രതിഷേധവും അതിനു മുതിർന്നവരെ പൂച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഇടിക്കുന്നതും എല്ലാം ജനം ചാനലുകളിൽ നേരിട്ട് കണ്ടതാണ്. സഭാ TV പോലെ സ്പീക്കർക്ക് വേണ്ടത് മാത്രമല്ലല്ലോ അവർ കാണിക്കുന്നത്. പണ്ടാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രക്കാർ എഴുതി ഉണ്ടാക്കുന്ന കള്ളത്തരമായി ചിത്രീകരിച്ച് തടിതപ്പാമായിരുന്നു. ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ EMS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. 1967 മന്ത്രിസഭയുടെ പതനത്തിന് കാരണമായത് അതാണ്. അന്നത്തെ ഐക്യമുന്നണിയിൽ കൂറുമുന്നണി ഉണ്ടായതും ആ കൂറുമുന്നണി കോൺഗ്രസ്, കേരള കോൺഗ്രസ് സഹായത്തോടെ അധികാരത്തിലേറിയതും ചരിത്ര സംഭവമാണ്. അതിലും എത്രയോ ഭീകരമാണ് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി.
അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഇനി പഴവങ്ങാടിയിലെ പോലീസിന് 20 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനുള്ള കേസ് കൊണ്ടുപോകാനാവുമോ? പൂച്ചട്ടിക്ക് ഇടികൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെല്ലച്ചാൽ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായി. കരിങ്കൊടി കാണിച്ചവരെ ഹെൽമറ്റ് വെച്ചും പൂച്ചട്ടി വെച്ചും ഇടിക്കുന്നതായി ചാനലിൽ കണ്ട ദൃശ്യങ്ങൾ മാതൃകാപരം എന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാനാകും? ഇതെല്ലാം കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് അദ്ദേഹം മാത്രമല്ലല്ലോ നാട്ടുകാരും കണ്ടതല്ലേ? വാസ്തവത്തിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനം വരുന്നതിന് വളരെ മുമ്പ് നടന്നത് അദ്ദേഹം എങ്ങനെ കണ്ടു എന്ന സംശയവും ഉണ്ട്. ഏതായാലും ഒന്നുണ്ടായി. ഒപ്പം ഇരുന്നപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രി ഡിവൈഎഫ്ഐക്കാരെ ന്യായീകരിച്ചില്ല എന്ന് സഹമന്ത്രിമാർക്ക് പിറ്റേന്ന് പറയേണ്ടി വന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വല്ലാത്ത വാക്കുകളാണ് എന്നെങ്കിലും കരുതുന്നവർ മുന്നണിയിലും പാർട്ടിയിലും ഉണ്ടെന്ന് വ്യക്തമല്ലേ? മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യില്ലെന്ന് CPIയുടെ മന്ത്രി രാജിന് വിശദീകരിക്കേണ്ടി വന്നു. അദ്ദേഹം ട്രോൾ ഭാഷയിൽ പറഞ്ഞതാണെന്ന് CPM മന്ത്രി MP രാജേഷിനും പറയേണ്ടി വന്നു. മുഖ്യമന്ത്രി ബസ്സിലിരുന്ന് കണ്ടതാണ് പറഞ്ഞതെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പറയുന്നത് കേട്ടപ്പോൾ നവകേരള യാത്രയ്ക്കുള്ള ബസ്സിലിരിക്കുന്നവർ കേരളത്തെ കാണുന്നത് ഇങ്ങനെയാണോ എന്ന സംശയം ഉയർന്നു. കൊല്ലാൻ നോക്കുന്നതിന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നു എങ്കിൽ ഈ യാത്രയ്ക്ക് ശേഷം എന്താവും കേരളത്തിന്റെ സ്ഥിതി? കരിങ്കൊടി കാണിക്കുന്നതിന് ഭീകരപ്രവർത്തനം എന്നാണ് ഇടതുമുന്നണിയുടെ കൺവീനർ EP ജയരാജൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹമാസിനെ പോലും വിമോചന സമരക്കാരായി കണ്ട CPMന് എന്ത് പറ്റി? ഇനി എന്തെങ്കിലും പ്രതിപക്ഷത്തായാൽ അന്നത്തെ ഭരണാധികാരികളെ കരിങ്കൊടി കാണിക്കേണ്ടി വന്നാൽ അതിനെ ഭീകരപ്രവർത്തനം എന്ന് കരുതാമല്ലോ അല്ലേ? രണ്ടാം പിണറായി സർക്കാർ വല്ലാതെ ഭയപ്പെടുന്ന ഒന്നാണ് കലാപം. ഒരു സർക്കാർ സ്പോൺസേഡ് ബന്ദ് ദിവസത്തിൽ ഭാര്യയെയും കുട്ടി സ്വന്തം ഓട്ടോയിൽ അമ്പലത്തിൽ പോയ ഒരു ഓട്ടോ തൊഴിലാളിയെ ഓട്ടോയിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ച ഇടതുപക്ഷ സംരക്ഷകരെ കുറിച്ച് നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളോട് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച പത്രപ്രവർത്തകനെതിരെ കലാപശ്രമമാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി സർക്കാർ. വിഴിഞ്ഞത്ത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്ത മെത്രാപ്പൊലീത്തയ്ക്കും സഹായമെത്രാനും വൃദ്ധനായ പിതാവിനും വികാരി ജനറാളിനും വൈദികർക്കുമെല്ലാം എതിരെ കലാപശ്രമത്തിന് കേസെടുത്തവരാണ് പിണറായി സർക്കാർ. കേരളത്തെ ആകെ നടുക്കിക്കൊണ്ട് കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിൽ നടന്ന സ്ഫോടനത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിന്റെ പേരിൽ കേന്ദ്രമന്ത്രിക്കെതിരെ വരെ പോലും കലാപശ്രമത്തിന് കേസെടുത്തു പിണറായിയുടെ പോലീസ്. അന്ന് 22 കേസുകളാണ് എടുക്കപ്പെട്ടത്. അതും പോലീസ് അത്യപൂർവമായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ 153A വകുപ്പ് അനുസരിച്ച് ജാമ്യം കിട്ടാത്ത വകുപ്പാണിത്. ഇവരുടെ ആരുടെയും പ്രസ്താവന കൊണ്ട് കേരളത്തിൽ ഒരു കലാപവും നടന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അങ്ങനെ ലഘുവായി എടുക്കാനാവുമോ? അദ്ദേഹത്തിനെതിരെയും കലാപ നീക്കത്തിന് കേസെടുക്കേണ്ടതല്ലേ? നവകേരള സദസ്സിന് എതിരായ സമരക്കാരുടെ സുരക്ഷയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തെങ്കിലും പിറ്റേന്ന് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസുകാർ നടത്തിയ സമരത്തെ നേരിട്ടത് പോലീസ് മാത്രമായിരുന്നു. നാട്ടിൽ ക്രമസമാധാനം പാലിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും നടത്തരുതാത്ത ഒരു പ്രസ്താവനയ്ക്ക് പിണറായി മുതിർന്നത് എന്തുകൊണ്ടായിരിക്കും? കേരളത്തിലെ BJPയിലേക്ക് ഹിന്ദുക്കൾ നല്ല രീതിയിൽ ഒഴുകി തുടങ്ങിയ ഒരു കാലത്ത് സഖാക്കളെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ BJPയുമായി പാർട്ടി സംഘടനകൾ നടത്തിയതായി ചിത്രീകരിക്കുന്നവരുണ്ട്. ആക്രമണത്തിൽ പോയി BJPക്കാരുമായി ഏറ്റുമുട്ടി പരിക്കേറ്റാൽ പിന്നെ അയാൾ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമല്ലോ. അതുപോലെ 7 വർഷത്തെ ഭരണം കൊണ്ട് വല്ലാതെ വീർപ്പുമുട്ടുന്ന സാധാരണക്കാരായ സഖാക്കളെ ചേർത്ത് നിർത്താനുള്ള മാർഗമായി അദ്ദേഹം ഇത്തരം സംരക്ഷണ പരിപാടികളെ കാണുന്നുണ്ടാവും എന്ന് കരുതുന്നവരുണ്ട്. രണ്ടാം ഊഴം 2.5 വർഷത്തോട് അടുക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരായ കുറെ കച്ചവടക്കാരല്ലാതെ സാധാരണക്കാർക്ക് ഒന്നും കിട്ടുന്നില്ലെന്ന പരാതി ശക്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയിൽപ്പെട്ടവരെ ഉറപ്പിച്ചു നിർത്താൻ ഒരു മാർഗമായിട്ടാവുമോ അദ്ദേഹം ഈ സുരക്ഷാ പരിപാടിയെ കാണുന്നത് എന്നാണ് നിരീക്ഷകരുടെ സംശയം. 4-ാം ദിവസം കാര്യമായ പ്രതിഷേധം ഒന്നുമില്ലാതെ കടന്നുപോയപ്പോൾ പറയേണ്ടത് പറഞ്ഞപ്പോൾ സമരക്കാർക്ക് വിവേകം വൈകിയെത്തി എന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചത് പോലും എന്തിന് എന്നതാണ് സംശയം. സർക്കാർ വലിയ തയ്യാറെടുപ്പോടെ നടത്തുന്ന ഈ യാത്രയും സദസ്സും ആർക്കു വേണ്ടി? മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ നേരിട്ട് കാണാനോ സംസാരിക്കാനോ സാധാരണക്കാർക്കാവില്ല. പ്രഭാത സദസ്സിന് വിളിക്കപ്പെടുന്ന പൗരപ്രമുഖർക്ക് മാത്രമാണ് അതിന് സാധിക്കുക.
സാധാരണക്കാരുടെ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ പൗരപ്രമുഖർക്ക് മാത്രമൊരു വിരുന്ന് നടത്തുന്നു. പൗരപ്രമുഖരെ തീരുമാനിക്കുന്നത് സർക്കാർ. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുന്നവർ ആതിഥേയനോടുള്ള ആദരം കൊണ്ട് വരുന്നവരാണ്. അവർ അദ്ദേഹത്തിനെതിരെ വല്ലതും പറയുമോ? ഉദ്യോഗസ്ഥരുടെ കൈവശം പരാതി കൊടുക്കുവാൻ സർക്കാർ ഓഫീസുകൾ ഉള്ളപ്പോൾ എന്തിന് ഇത്തരം ഒരു ആഘോഷം എന്ന ചോദ്യം ഉയരുന്നു. എന്നിട്ടും ജനം വരുന്നു എങ്കിൽ അവരുടെ നീറുന്ന സങ്കടങ്ങൾ അത്ര ഭീകരമാണെന്നല്ലേ അർത്ഥം? വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് നവകേരള സദസ്സിന് ക്രമീകരണങ്ങൾ നടത്തുന്നത്. 18-ന് ആരംഭിച്ച യാത്ര 2 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ ജനം മടുത്ത മട്ടായി. മാധ്യമങ്ങളാകെ സർക്കാരിന്റെ ഈ കളിയെ പരിഹസിക്കുന്നു. ആളുകൂട്ടാൻ വല്ലാത്ത അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകരെ മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികളെയും കൊണ്ടുവരണം എന്ന് പ്രധാന അധ്യാപകർക്കും നിർദ്ദേശം കൊടുത്തതായി വാർത്തയുണ്ട്. ഒരു സ്കൂളിൽ നിന്നും 200 വിദ്യാർത്ഥികളെ കൊണ്ടുവരാനാണത്രേ. ഇങ്ങനെ വരുന്ന കുട്ടികളിൽ സഖാക്കളല്ലാത്തവർ ഉണ്ടായാൽ എന്താവും സ്ഥിതി? നല്ല കുട്ടികളെ കൊണ്ടുവന്നാൽ മതി എന്ന് പ്രധാനാധ്യാപകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പോലും. തിരൂരങ്ങാടിയിൽ പൊരിവെയിലത്ത് കുട്ടികളെ കാത്തുനിർത്തിച്ചതിനെതിരെ ബാലാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നവകേരള സദസ്സിന് സ്കൂൾ ബസ് വിട്ടുകൊടുക്കുവാനുള്ള നിർദ്ദേശത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രധാനാധ്യാപകനെ ഭീഷണിപ്പെടുത്തി ബുദ്ധിമുട്ടിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും സമിതിയുടെ അനുവാദം ഇല്ലാത്ത സെക്രട്ടറിമാർ വഴി പണം നവകേരള സഭയ്ക്ക് പണം എടുക്കാനുള്ള നീക്കത്തെയും കോടതി വഴി തടയാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എല്ലാ സ്ഥലത്തും അക്രമം ഭയന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കുന്നുണ്ട്. മാടായി കോളേജിലെ യൂണിയൻ നേതാക്കളെ തടവിലാക്കിയതായി അവർ ആക്ഷേപിച്ചു. പ്രതിഷേധവുമായി വരുന്നവരെ ആത്മഹത്യാ സ്ക്വാഡുകൾ എന്നും ചാവേറുകൾ എന്നുമെല്ലാമാണ് ചിത്രീകരിക്കുന്നത്. ഒരു സർക്കാർ പരിപാടിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ചാവേർ എന്ന് വിളിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ? നാഷണൽ ഹൈവേയും ഗ്യാസ് ലൈനും ഇടാനായത് പിണറായി വന്നതുകൊണ്ടാണ് എന്നതാണ് ഇപ്പോഴും സർക്കാരിന്റെ നേട്ടമായി ചിത്രീകരിക്കപ്പെടുന്നത്. അത് സാധിച്ചത് പിണറായി വന്നതുകൊണ്ടാണ് എന്നത് സത്യമാണ്. അവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇവരെ പോലെ സമരക്കാരെ അടിച്ചൊതുക്കിയും കലാപക്കേസിൽ കുടുക്കിയും സമരങ്ങളെ ഇല്ലാതാക്കുമായിരുന്നില്ല. പൈപ്പ് ലൈനിനെതിരായ സമരത്തിൽ കൊച്ചിയുടെ അടിയിലൂടെ തീബോംബ് ഇടുന്നു എന്ന് പ്രസംഗിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്യിപ്പിച്ച CPM നേതാവാണ് മുഖ്യമന്ത്രിയുടെ വലിയ ന്യായീകരണക്കാരനായി കൂടെയുള്ള മന്ത്രി രാജീവ്. രാജീവിനെ പോലെ നിറം മാറാൻ തയ്യാറാകാതിരുന്ന വയൽക്കിളികൾക്കുണ്ടായ ദുരന്തം ആർക്കാണ് അറിയാത്തത്? അവരുടെ പാടശേഖരം സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ പിണറായി നിഷ്കരുണം പൊളിച്ചുകളഞ്ഞത് കേരളം കണ്ടതല്ലേ? ഇടതുപക്ഷത്തിന് ഇത്തരം ഒരു സമീപനം എക്കാലത്തും ഉണ്ടായിരുന്നു. അവർ എതിർത്ത പീഡിഗ്രി ബോർഡ് അവർ തന്നെ നടപ്പാക്കി. വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തവർ അതിനെതിരെ ന്യായമായ സമരം ചെയ്യുന്നവരെ പോലും കള്ളക്കേസിലാക്കി തുറമുഖത്തെ രക്ഷിക്കുന്നു. ആദ്യമായി വന്ന ക്രെയിനിന് വരെ ഔദ്യോഗിക സ്വീകരണം ഒരുക്കി. അവർ എതിർത്ത കമ്പ്യൂട്ടറുകൾ അവർ തന്നെ നടപ്പാക്കി. ഇപ്പോൾ K-Phone എന്ന കമ്പനി വേറെ ഉണ്ടാക്കി. പക്ഷേ K-Phoneന് ഉദ്ദേശിച്ചതുപോലെ കണക്ഷൻ കൊടുക്കാനായില്ല. K-Phone കണക്ഷൻ കൊടുത്തെന്ന് പറയുന്നിടത്തൊന്നും ഇന്റർനെറ്റ് കണക്ഷൻ എത്തിയില്ല. നവകേരള സദസ്സുമായി എത്തുന്നവർ 2019 പ്രളയത്തിനു ശേഷം കോടികൾ കിട്ടിയപ്പോൾ പറഞ്ഞ റീബിൽഡ് കേരള എവിടെ വരെ എത്തി എന്ന് പറയേണ്ടതല്ലേ? പ്രളയകാലത്ത് ജനം കൊടുത്ത സഹായം പോലും ദൂർത്തടിച്ചതായി വേണം കരുതാൻ. ദുരിതാശ്വാസ നിധിയുടെ ഉപയോഗത്തെക്കുറിച്ച് വരെ ജനത്തിന് വിശ്വാസം പോരാ. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ പണ്ട് പറഞ്ഞ വാഗ്ദാനങ്ങൾ എവിടെ വരെ എത്തി എന്നെങ്കിലും പറയണം. ഇപ്പോൾ നാട്ടിൽ കാണുന്നത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും പണിതീരാത്ത പാലങ്ങളുമാണ്. കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് എല്ലാ കാര്യത്തിനും സങ്കടം പറയുന്ന കേരളം എങ്കിൽ എന്തിനാണ് ഒരു പഴയ കോൺഗ്രസ് നേതാവിനെ ഇടത് പ്രതിനിധിയായി മന്ത്രിയുടെ പദവിയിൽ ഡൽഹിയിൽ വെച്ചിരിക്കുന്നത്? KV തോമസ് അവിടെ എന്ത് ചെയ്യുന്നു? കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടാനുള്ളവ പഴയ കാലത്തെ പോലെ പോലും കിട്ടുന്നില്ലെങ്കിൽ പാഴ്ചെലവല്ലേ ഇത്തരം ഒരു സംവിധാനം? ലാവ്ലിൻ കേസിലെ CBIയുടെ അനങ്ങാപ്പാറ നയം പോലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഇനി ഇവരൊക്കെയാണോ ആവോ? കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന കാലത്ത് ഡൽഹിയിൽ നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്ന ആളല്ലേ KV തോമസ്? ഈ ബഹളത്തിനിടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്നു എന്ന പരാതിയുമായി മരാമത്ത് വകുപ്പ് മന്ത്രി വന്നത് എന്ത് മനസ്സിൽ വെച്ചാവുമോ? പഴയ വേലുത്തമ്പി പറഞ്ഞതായി വായിച്ചിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ പിണറായി വിജയനാണല്ലോ മരുമകനുള്ളത്. മുഖ്യമന്ത്രിക്ക് എങ്ങനെ മരുമകൻ വരും?
കേരളത്തിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന് പറയുന്നത് ഭീഷണിയായിട്ടാണെന്നും മന്ത്രി റിയാസ് പരാതി പറഞ്ഞു. പാർട്ടിയിലെ ആഭ്യന്തര ഗ്രൂപ്പുകളാവാം റിയാസിന്റെ മനസ്സിൽ. ഏതായാലും അന്ന് വൈകുന്നേരം മട്ടന്നൂരിൽ നടന്ന കേരള സദസ്സിൽ പിണറായി കെ ശൈലജയെ പരസ്യമായി വല്ലാതെ പരിഹസിച്ചത് ചേർത്ത് വായിക്കാവുന്നതാണ്. മരുമകൻ മന്ത്രിയുടെ വിലാപം ഫലം കണ്ടു. വേദിയിൽ വെച്ച് ശൈലജ ടീച്ചറെ പരിഹസിച്ചെങ്കിലും പിന്നീട് എല്ലാം കേമമായിരുന്നതായി മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചതായി വായിച്ചു. നവകേരളം, റീബിൽഡ് കേരള തുടങ്ങിയ മനോഹര സംജ്ഞകളിലൂടെ കേരള സമൂഹത്തിൽ പുത്തൻ പ്രത്യാശയുടെ സ്ഫുലിംഗങ്ങൾ സൃഷ്ടിക്കുവാൻ പിണറായിയുടെ അണിയറക്കാർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ആ വാഗ്ദാനങ്ങളെല്ലാം ആകാശകുസുമങ്ങൾ ആകുന്നതുപോലെയാണ് അനുഭവപ്പെടുന്നത്. ഇടതുപക്ഷം അടിസ്ഥാന പ്രമാണങ്ങളായി പറഞ്ഞിരുന്നതെല്ലാം മാറ്റിയെഴുതിയാലേ നവകേരളം നിർമ്മിക്കാനാവൂ എന്ന് പിണറായിയുടെ ബദൽ കാണിച്ചു തരുന്നു. പിണറായിയുടെ വിശ്വസ്തനായിരുന്ന എളമരം കരീമിന്റെ വിശ്വസ്ത സെക്രട്ടറി ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്താലേ കേരളത്തിൽ വ്യവസായം ഉണ്ടാകൂ എന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ പ്രസ്താവനയിൽ തുടങ്ങാം ഈ മാറ്റം. അന്ന് കൊച്ചിയിലെ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുവാൻ വ്യവസായ മന്ത്രി നടത്തിയ നീക്കം വലിയ വിവാദമായി. 2008 70 ഏക്കർ സർക്കാർ ഭൂമി വെറും 91 കോടി രൂപയ്ക്ക് കൊടുക്കാനായിരുന്നു തീരുമാനം. സൈബർ സിറ്റി എന്ന പേരിലായിരുന്നു ഇടപാട്. വിവാദമായതോടെ മുഖ്യമന്ത്രി VS കല്ലിടൽ പരിപാടിയിൽ നിന്നും പിൻവാങ്ങി. CPM-ഉം അവരുടെ വിശ്വാസികളും ജീവൻ മരണ പോരാട്ടം നടത്തി എതിർത്ത ദേശീയപാത വിരുദ്ധ സമരവും ഗെയിൽ പൈപ്പ് ലൈൻ വിരുദ്ധ സമരവും അടിച്ചമർത്തപ്പെട്ടു. ഇടത് ആഹ്വാനം കേട്ട് സമരം കണ്ണൂർ ജില്ലയിലെ തന്നെ കീഴാറ്റൂരിലെ നെൽവയൽ നികത്താനുള്ള ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ആരംഭിച്ച വയൽക്കിളികളുടെ സമരവും ഇല്ലാതാക്കി. 100ഓളം വീടുകൾ പൊളിക്കേണ്ടി വരും, ഗ്രാമത്തിന്റെ ആവാസ വ്യവസ്ഥ നശിക്കും തുടങ്ങിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ് 2017 സെപ്റ്റംബർ 14 ആരംഭിച്ച സമരം പിണറായി സർക്കാർ അടിച്ചൊതുക്കി. 2021 ഡിസംബറിൽ കീഴാറ്റൂർ വയൽ മണ്ണിട്ട് നികത്തി തുടങ്ങി. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത ഗഡുക്കളോടും സർക്കാർ വിപ്ലവകരമായ സമീപനം പുലർത്തി. 6 ഗഡു DA വർധന കുടിശ്ശികയാക്കി. കൊടുക്കാൻ പണമില്ല. അതിലും പ്രധാനം ജീവനക്കാരുടെ ഇടത് സംഘടനകൾക്ക് സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നു എന്നതാണ്. അവർക്ക് കാര്യമായി പ്രതിഷേധമൊന്നുമില്ല. ശമ്പള പരിഷ്കരണത്തിന്റെയും പെൻഷൻ പരിഷ്കരണത്തിന്റെയും കുടിശ്ശികയെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല. കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷത്തോളം അടുത്ത പെൻഷൻകാർ മരിച്ചെന്നാണ് പ്രതിപക്ഷക്കാർ പറയുന്ന കണക്ക്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ബാക്കിയാണ്. ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് കേരള സർക്കാർ. സാധാരണ പോലെ കുടിശ്ശിക പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ചാൽ ആ തുക കേരള സർക്കാരിന്റെ വായ്പാ പരിധിയിൽ നിന്നും കുറയ്ക്കും. കോളേജ് അധ്യാപകരുടെ പുതിയ UGC ശമ്പള സ്കെയിൽ നടപ്പാക്കിയാൽ തുടക്കത്തിൽ കേന്ദ്രം 750 കോടി രൂപ തരും. സമയത്ത് ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കാത്തതുകൊണ്ട് ആ തുക ലാപ്സ് ആയതുപോലെയായി. അത് വേവ് ചെയ്ത് കിട്ടുമോ എന്ന് ഇപ്പോൾ ഉറപ്പില്ല. UGCയുടെ പരിഷ്കരിച്ച നിരക്ക് നടപ്പാക്കിയാൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത വേറെ. ഇത്തരം സാഹചര്യങ്ങളിൽ കേന്ദ്രത്തെ ചാരി കൊടുക്കാതിരിക്കുന്നതിൽ ഒരു ബുദ്ധിയുണ്ട്. ഈ കുടിശ്ശിക കിട്ടാത്തതുകൊണ്ട് ഒരു അധ്യാപകന്റെയും ജീവനക്കാരന്റെയും വീട്ടിൽ തീ പുകയാതിരിക്കില്ല. അവർക്കെല്ലാം നല്ല ശമ്പളം എല്ലാ മാസവും സർക്കാർ കൊടുക്കുന്നുണ്ട്. എന്നാൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് മാനുഷികമായി പറഞ്ഞാൽ വലിയ ദുരന്തമാണ്. ഈ സഹായം കൊണ്ട് മാത്രം അനുദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നവരാണ് ഇവരിൽ പലരും. കേരളം ഏതാണ്ട് 66 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നതായാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ കണക്ക്. 2011 സെൻസസ് അനുസരിച്ച് 65.46 ലക്ഷം പേർക്കാണ് വാർദ്ധക്യ പെൻഷൻ. ഇതിൽ 29.43 ലക്ഷം പേർക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷനും 3.88 ലക്ഷം പേർക്ക് കർഷക തൊഴിലാളി പെൻഷനും 12.08 ലക്ഷം പേർക്ക് വെൽഫെയർ ഫണ്ട് ബോർഡ് പെൻഷനും ലഭിക്കുന്നു. 4.45 ലക്ഷം പേരാണ് സർവീസ് പെൻഷനർമാർ. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞെങ്കിലും 1600 രൂപ വെച്ച് കൊടുക്കാനേ സർക്കാരിനായുള്ളൂ. ക്ഷേമ പെൻഷൻ എത്രമാത്രം അത്യാവശ്യമാണെന്ന് അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയാണ് സർക്കാരിന് സംഭവിച്ചത്. 2021 സെൻസസ് കണക്കനുസരിച്ചുള്ള കൃത്യമായ കണക്കുകൾ കിട്ടിയിട്ടില്ല. എങ്കിലും മന്ത്രി പറയുന്നത്
72 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നാണ്. ഇതിന് വർഷം മാസം 900 കോടി രൂപ വേണം. ആകെ ചെലവ് വർഷം 10,000 കോടി രൂപ. അതിൽ 16.62% കേന്ദ്ര സഹായം തരുന്നത്. ബാക്കി സംസ്ഥാനം ഉണ്ടാക്കണം. അതിന് സാധിക്കുന്നില്ല. നികുതി പിരിക്കാഞ്ഞിട്ടല്ല, പെട്രോളിന് വരെ ലിറ്ററിന് 2 രൂപ സർചാർജ് ഏർപ്പെടുത്തി നോക്കി. ആ ഇനത്തിൽ 510 കോടി രൂപ ഉണ്ടാക്കി. മദ്യസെസ്സിൽ നിന്നും 120 കോടിയും മൊത്തം 630 കോടി. കേരളത്തിൽ ദിവസം 51 ലക്ഷം ലിറ്റർ പെട്രോളും 63 ലക്ഷം ലിറ്റർ ഡീസലും വിൽക്കുന്നതായാണ് കണക്ക്. വായ്പ വാങ്ങിക്കൊടുക്കാൻ നോക്കിയാൽ കേന്ദ്രം സമ്മതിക്കില്ല. ഒരു കാലത്തും ഇല്ലാതിരുന്ന നിയന്ത്രണങ്ങളാണ്. നാട്ടിലെ ചിലവിന്റെ 63% നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് വരുമാനത്തിന്റെ 32% കിട്ടുന്നത് എന്ന് ഒരിക്കൽ ധനമന്ത്രി ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എങ്കിലും കേരളത്തിലെ 28,258 കോടിയുടെ റവന്യൂ കുടിശ്ശിക നമ്മെ നോക്കി കൊഞ്ചനം കുത്തുന്നത് തന്നെ. ക്ഷേമ പെൻഷൻ അത്യാവശ്യമാണെങ്കിലും അതിലൂടെ പലതരം തട്ടിപ്പുകൾ നടക്കുന്നു. അക്കൗണ്ടന്റ് ജനറൽ തന്നെ കണ്ടെത്തിയ പല വീഴ്ചകളുണ്ട്. പെൻഷൻ നേരിട്ടെത്തിക്കുന്ന ജീവനക്കാർ അതെല്ലാം തന്നെ സഖാക്കളാണ്. മരിച്ചുപോയവർക്കും പെൻഷൻ കൊടുക്കുന്ന പതിവുണ്ട്. വർക്കലയിൽ 3 കേസ് CAG നേരിട്ട് പിടികൂടി. അവിടെ 38 പേർക്ക് മരണത്തിന് ശേഷം പെൻഷൻ കൊടുത്തതായി കണ്ടു. മൊത്തം 96,285 മരിച്ചവർക്ക് കൊടുത്തതായാണ് AG പറയുന്നത്. പെൻഷൻ ബാങ്ക് വഴിയോ മണി ഓർഡറായി തപാൽ വഴിയോ എത്തിക്കുന്നതിന് പകരം നേരിട്ടെത്തിക്കുന്നത് അഴിമതിക്ക് സാധ്യത കൂട്ടുന്നതായി AG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിണറായി സർക്കാർ തുടങ്ങിയ പരിഷ്കരണമാണ് നേരിട്ടുള്ള പെൻഷൻ കൊടുക്കുവാനുള്ള സംവിധാനം. പെൻഷന് പണം സമാഹരിക്കുന്നതിന് ഒരു ഫണ്ട് ബോർഡ്, ഇതെല്ലാം പിണറായി സർക്കാർ ഉണ്ടാക്കി. ഇതിലൂടെ ദൂർത്ത് കൂട്ടാനായി എന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടായില്ല. കുറെ സ്വന്തക്കാർക്ക് കൂടി പണി കൊടുക്കുവാനും സാധിച്ചു. KSRTC ജീവനക്കാരുടെ കാര്യം യുക്രൈൻകാരുടെ പോലെയായ മട്ടാണ്. ഇപ്പോൾ ആർക്കും അവരെ വേണ്ട. ചെയ്യുന്ന ജോലിക്ക് സർക്കാർ കൂലി കൊടുക്കുന്നില്ല. ഇത്തരം ചുമതലകൾ വരുമ്പോൾ കോർപ്പറേഷൻ സ്വയംഭരണ സ്ഥാപനം. എന്നാൽ റൂട്ടുകളുടെ കാര്യത്തിൽ തീരുമാനം രാഷ്ട്രീയക്കാർ ഓരോ വർഷവും കോർപ്പറേഷന് കോടികൾ കൊടുത്തു എന്ന് സർക്കാർ പറയും. അതുപയോഗിച്ച് മന്ത്രിയും കൂട്ടരും ബസ് വാങ്ങിക്കും. കമ്മീഷനും കിട്ടിയിട്ടുണ്ടാവണം. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു മാസവും കൃത്യമായി ഒന്നും നടക്കില്ല. ജോലി ചെയ്ത ജീവനക്കാർ കൂലി ചോദിക്കുമ്പോൾ അവധി പറയുന്ന ഇടതു സർക്കാർ. അഭിമാനകരമാണോ ഈ അവസ്ഥ? ഇതിനിടെയാണ് റബ്ബറിന് 250 രൂപ തറവില, വീട്ടമ്മമാർക്ക് 2,500 രൂപ പെൻഷൻ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കേന്ദ്രം തരും എന്ന് കരുതിയാണോ ഈ പ്രഖ്യാപനങ്ങളെല്ലാം എന്ന് ചോദിക്കാം. തരുന്നില്ല എന്ന് മാത്രമല്ല, വായ്പ എടുക്കാനും സമ്മതിക്കുന്നില്ല. പിണറായി നേരിടുന്ന ഈ പ്രതിസന്ധി കേരളത്തിൽ വരുന്ന എല്ലാ സർക്കാരിനും ഉണ്ടാകും. അതുകൊണ്ട് ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പോരാടണം. ഒന്നിച്ചു പോരാടുന്ന കുറെ പേർ പിന്നിലൂടെ ചെന്ന് പലതും നേടുന്നത് കാണുമ്പോൾ ഒന്നിച്ചു പോരാടാൻ തോന്നാതെ വരും. ഇൻകുലാബ് സിന്ദാബാദ്, വിപ്ലവം ജയിക്കട്ടെ എന്ന് ഉറക്കത്തിൽ പോലും മുഷ്ടി ചുരുട്ടി വിളിക്കുന്നവർക്ക് ഭരണത്തിൽ സമരക്കാരോട് വല്ലാത്ത അതൃപ്തിയാണ്. കേരളയിൽ വിരുദ്ധ സമരത്തെ ഏതെല്ലാം വഴിയിലൂടെ ഇല്ലാതാക്കുവാൻ നോക്കി. വിഴിഞ്ഞം സമരത്തിനെത്തിയ ആർച്ച് ബിഷപ്പിനെതിരെ വരെ കലാപത്തിന് കേസെടുത്തു. ഇത്തരം കേസുകളിലൂടെ എതിരാളികളെ നിശബ്ദരാക്കുവാനാണ് പുതിയ ബദൽ പറഞ്ഞു തരുന്നത്. അഴിമതിയുടെയും തട്ടിപ്പിന്റെയും എത്ര രൂപങ്ങൾ ഉണ്ടായി. സഹകരണ സംഘത്തിൽ മാത്രമല്ല, ട്രഷറിയിൽ വരെ തട്ടിപ്പ് നടന്നു. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാവുന്ന വിധമുള്ള അന്വേഷണങ്ങൾ കേന്ദ്ര അന്വേഷണ സംഘം വരുന്നു എന്ന് കേൾക്കുമ്പോൾ പോയി രേഖകൾ പിടിച്ചെടുക്കൽ, ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത്, സ്പ്രിംഗ്ലർ, കോവിഡ് കാല കച്ചവടങ്ങൾ എല്ലാം അമ്പരപ്പിക്കുന്ന പുതിയ പുതിയ രൂപങ്ങൾ. അച്ഛന് മാത്രമല്ല മകൾക്കും മാസപ്പടി കൊടുക്കുന്ന അഴിമതിയുടെ നൂതന രൂപങ്ങൾ. അത്തരം സഹായങ്ങൾ ചെയ്താലേ കേരളത്തിൽ പ്രവർത്തിക്കുവാനാകൂ എന്ന പ്രതിയുടെ കോടതിയിലെ നിസ്സഹായ നിലവിളികൾ ഞാനല്ല ആ പറയുന്ന ആളെന്ന ന്യായീകരണത്തിൽ എല്ലാം ഒതുക്കുന്ന വൈഭവം. വിവാദങ്ങൾ വന്നാൽ മാധ്യമങ്ങൾക്ക് പിടികൊടുക്കാതിരിക്കുക, മാധ്യമങ്ങളെ കേസിൽ കൊടുക്കുവാൻ പോലും വഴി തേടുക, അനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് കലാപശ്രമമായി ചിത്രീകരിക്കുക. CAG ഓരോ ദിവസവും പുറത്തുവിടുന്ന കഥകൾ ആരെയാണ് അമ്പരപ്പിക്കാത്തത്? ഏറ്റവും അവസാനം വന്ന ഒന്നാം പിണറായി സർക്കാരിലെ വ്യവസായ മന്ത്രി സംസ്ഥാനത്തിന് വരുത്തിയ 40 കോടിയുടെ നഷ്ടത്തിന്റെ കഥ. സർക്കാരിലേക്ക് 72 കോടി കുടിശ്ശികയുള്ള വൈശാലി ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിക്ക്
2019 വ്യവസായ മന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ട് 3 കോടി കൊടിപ്പിച്ച കഥ. കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത പാടെ തകർത്തു. കരുവന്നൂർ തട്ടിപ്പ് കേസ് മുൻ മന്ത്രിമാർ, MP-മാർ തുടങ്ങിയവരിലേക്ക് എത്തുന്നു. കേസിലെ പ്രധാന പ്രതി പി സതീഷ് കുമാർ നടത്തുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ദേവി ഫിനാൻസിയേഴ്സ് CPM-ന്റെ ഫണ്ടിംഗ് ഏജൻസി പോലെ പ്രവർത്തിച്ചു എന്ന മൊഴി പാർട്ടി നേതാവ് KP അരവിന്ദാക്ഷൻ, സതീഷ് കുമാറിന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ, മുൻ MP P ബിജു, AC മൊയ്തീൻ, ദേശാഭിമാനി പത്രം CPM നേതാവ് അരവിന്ദാക്ഷൻ മൊഴി നൽകി. 2015-ലും 2016-ലും ദേശാഭിമാനിക്ക് 18 ലക്ഷം രൂപ വീതം നൽകിയതിന്റെ രേഖ അരവിന്ദാക്ഷൻ ഹാജരാക്കിയത്രേ. 2016-ൽ മൊയ്തീൻ പറഞ്ഞതനുസരിച്ച് 2 ലക്ഷം രൂപയും PK ബിജുവിന് സതീഷിന്റെ അനിയന്റെ അക്കൗണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയും കൈമാറിയതായി അരവിന്ദാക്ഷൻ വെളിപ്പെടുത്തിയതായി ED കോടതിയെ അറിയിച്ചു. അരവിന്ദാക്ഷനും സതീഷ് കുമാറും ദുബായിൽ ഒരു NRI-യിൽ നിന്നും 77 ലക്ഷം രൂപ വാങ്ങി. അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിലേക്ക് വന്ന തുക ആർക്കാണ് കൈമാറിയത് എന്നറിയില്ലെന്നും അരവിന്ദാക്ഷൻ സമ്മതിച്ചുവത്രേ. ആ NRI വ്യവസായി 4 കോടി നിക്ഷേപിച്ചു. ആ തുക എന്ത് ചെയ്തെന്ന് പോലും ആർക്കും അറിയില്ല. കണ്ടല ബാങ്കിന്റെ കേസിൽ ഇപ്പോഴത്തെ ഒരു മന്ത്രി വരെ കുടുങ്ങും എന്നാണ് പ്രചരണം. ഇത്തരം ദുരന്തങ്ങളുടെയും തട്ടിപ്പുകളുടെയും മൂന്നാം ഊഴത്തിന് ജനാധിപത്യ മുന്നണിയിൽ നിന്നും ലീഗിനെ അടർത്തി എടുക്കാമോ എന്നാണ് ഇനിയത്തെ നോട്ടം. ഞങ്ങൾ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് കുഞ്ഞാലിക്കുട്ടി ഉറപ്പിച്ച് പറയുന്നതാണ് ഇടതുമുന്നണിയുടെ ധൈര്യം. ജനാധിപത്യ മുന്നണിയുടെ നയത്തിനെതിരായി ലീഗ് പ്രതിനിധി കേരള ബാങ്കിൽ ചേർന്നതിൽ കുഞ്ഞാലിക്കുട്ടി കുറ്റം കാണുന്നില്ല. CPM കഴിഞ്ഞാൽ കേരളത്തിൽ സഹകരണ സംഘങ്ങൾ കൂടുതൽ ലീഗിനാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അവകാശവാദം. അതായത് സഹകരണ മേഖലയിൽ ജനാധിപത്യ മുന്നണിയിലെ ഒന്നാം കക്ഷി ലീഗാണ് പോലും. ഒന്നാം കക്ഷിയാകാനുള്ള നേട്ടമാണ് ലീഗ് നടത്തുന്നതെന്ന് വ്യക്തം. ഇങ്ങനെ വലതുമുന്നണിയിൽ നിന്നുകൊണ്ട് ഇടതുമുന്നണിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കുഞ്ഞാലിക്കുട്ടിയുടെ വൈഭവം ഒന്ന് വേറെയാണ്. ഇടത് വലത് ഭരണകാലത്ത് ഒന്നുപോലെ അദ്ദേഹം സുരക്ഷിതനായിരിക്കും. എല്ലാറ്റിനും തങ്ങളെ മറയോ പരിചയോ ആക്കാം. 2021-ൽ MP സ്ഥാനം ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം ജനാധിപത്യ മുന്നണിക്കാരിൽ ലീഗ് പേടി ജനിപ്പിച്ച് വളർത്തി പിണറായിയെ സഹായിച്ചു. കേരള ബാങ്കിൽ ലീഗ് പ്രതിനിധി ചേർന്നതിൽ MK മുനീറും KM ഷാജിയും അടക്കമുള്ള നേതാക്കന്മാർ എതിരാണ്. എന്നാൽ ആ തീരുമാനം പാണക്കാട്ട് തങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ച് കുഞ്ഞാലിക്കുട്ടി തടി രക്ഷപ്പെടുത്തി. തങ്ങൾ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. അത് അദ്ദേഹം പറയുന്നത് തങ്ങൾ നടപ്പാക്കുമ്പോഴാണ്. കേരള ബാങ്ക് വിഷയം അങ്ങനെ അങ്ങ് തീരാനിടയില്ല. ഏതായാലും ലീഗിൽ അസ്വസ്ഥതകളുണ്ട്. ലീഗിൽ വെള്ളം തിളയ്ക്കുന്നു. ചിലത് തിളച്ചു മറയും. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞത് അത്ര പതിരല്ല. 2021-ൽ മാണിയെ കോൺഗ്രസ് വല്ലാതെ വേദനിപ്പിച്ച കോൺഗ്രസിന് തന്ത്രജ്ഞതയുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ടത് മാണിയെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയല്ല, ജോസഫിനെ ശക്തീകരിക്കുകയാണ്. അതിനുള്ള മനോഭാവം അവർക്കില്ല. മാണിയുടെ കൂടെ ഉള്ളപ്പോൾ ജോസഫിനാണ് ശക്തി എന്ന് പ്രചരിപ്പിക്കും. ജോസഫ് കൂടെ നിൽക്കുമ്പോൾ മാണി പോയതോടെ തീർന്നു എന്നും പറയും. ഇങ്ങനെ സ്വയം ശക്തരാകുവാൻ നോക്കും, തോൽക്കും. മാണിയുടെ മേഖലകളിൽ ഇടത് സമീപനങ്ങൾക്കെതിരെയും എല്ലാറ്റിനും മാപ്പുസാക്ഷിയാകുന്ന പാർട്ടി നേതൃത്വത്തിനെതിരെയും ജനവികാരം ശക്തമാകുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം സാമ്പത്തിക പരാജയമാകുമെന്നും സാമൂഹിക അനീതിയും പാരിസ്ഥിതിക ദുരന്തവും ജനാധിപത്യ വിരുദ്ധവും ആകുമെന്ന് വിഴിഞ്ഞം സമരസമിതി നിയോഗിച്ച ജനകീയ പഠന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ തലവനും കേരള ഫിഷറീസ് സർവകലാശാലയിലെ മുൻ ഡീനുമായ ഡോക്ടർ KV തോമസ് അധ്യക്ഷനായ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിഴിഞ്ഞം ഒരിക്കലും സിംഗപ്പൂർ ആകില്ലെന്നും പാരിസ്ഥിതിക നഷ്ടം മൂലം വർഷം 2035 കോടി നഷ്ടം ഉണ്ടാവുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതുമാത്രമല്ല, ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി കൂടിയാകുമെന്ന് റിപ്പോർട്ട് നവംബർ 21-ന് പ്രകാശനം ചെയ്തുകൊണ്ട് രാമചന്ദ്ര ഗുഹ ചൂണ്ടിക്കാണിച്ചു. ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇവിടുത്തെ തുറമുഖവും വിമാനത്താവളവും കൊടുക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാവും. അദാനിക്ക് 13 തുറമുഖവും 8 വിമാനത്താവളവും കൊടുത്തിരിക്കുന്നു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണത്, ഗുഹ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് AK ആന്റണിയും ഒരിക്കൽ പറഞ്ഞിരുന്നു. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.